ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ റവ ലഡുവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം നെയ്യിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പുള്ളവർക്ക് അതുകൂടി എടുക്കാവുന്നതാണ്. വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനല്ലെന്നുണ്ടെങ്കിൽ സിറപ്പ് കരിഞ്ഞു പോകും. കാരമൽ സിറപ്പായി വന്നിട്ടുണ്ട്. ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കാം. കുറച്ച് പച്ചവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നല്ലപോലെ അലുത്ത് വരും. അങ്ങനെ അലുത്ത് വന്നതിന് ശേഷം നമുക്ക് ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം റവ ഇട്ട് കൊടുക്കാം. ഞാൻ മേടിച്ചിരിക്കുന്ന വറുത്ത റവയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വറുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾ പച്ച റവയാണെന്നുണ്ടെങ്കിൽ വറുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റോളം നമുക്ക് ഇളക്കി അത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു 3 ഏലയ്ക്ക പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും അല്പം നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് ചൂടോടുകൂടി തന്നെ കുറച്ച് ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം. ചൂടുപാൽ ഒഴിക്കുന്നത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കൊന്ന് അല്പം കയ്യിലെടുത്ത് ഉരുട്ടി നോക്കാം. കുറച്ച് പാലിൻ്റെ കൂടെ ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ലഡുവിൻ്റെ വലിപ്പത്തിൽ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അതാ നോക്കിക്കേ, നല്ലവണ്ണം ഉരുണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ഇത് ഉരുട്ടുന്നത്. ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ അതെല്ലാം ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.